ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു മൂകാംബിക അവിടെ നിന്ന് ഗുരുവായൂർ വ്ളോഗാണ്. അപ്പോൾ എനിക്കറിയാം ഞാനൊരു 6 months ആയിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ച് A to Bയിലാണ് കയറിയത്. അവിടെ നിന്ന് ശ്രീ ഒരു മൈസൂർ മസാല ദോശയും ഞാനൊരു സാധാ റവ ദോശയാണ് പറഞ്ഞത്. എനിക്ക് ഈ സാധാരണ A to B കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ A to B അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കറക്റ്റ് ഏത് A to B ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ മറ്റേ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് നൈസ് റോഡ് കയറി പോകുമ്പം ഉള്ള ഒരു ആദ്യത്തെ ഒരു A to B ആണിത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ നല്ലൊരു സീനറി കണ്ടപ്പോൾ വെറുതെ ഈ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. റവ ദോശയാണല്ലോ കഴിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊരു പേരിൻ്റെ ഒരു ഷേക്ക് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിയാ സീഡൊക്കെ ഇട്ട് അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ട്. അപ്പം അതും ഇടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു ചെറിയ വഴിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ അപ്പം നമ്മളൊരു വർക്കിംഗ് ഡേയിൽ പോയത് കാരണമാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനും ശ്രീയും മാറി മാറിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാളത്തെ ഗ്യാപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പം ഒരു ചെറിയൊരു എന്തോ പോലെ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതേപോലെ നല്ല ചോളപ്പാടവും വാട്ടർ ബോഡീസും രണ്ട് സൈഡിൽ നല്ല നല്ല പാടവും അങ്ങനത്തെ കാഴ്ചയൊക്കെ കണ്ടാണ് പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ നല്ല നല്ല സീനറീസ് വന്നപ്പം വെറുതെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇതുപോലെ കാടാണ്. അപ്പോൾ വലിയ തിരക്കില്ലാത്ത കാരണം നമുക്ക് ആ ഡ്രൈവ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മൂകാംബിക അറിയാലോ, കാടിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം 3 മണി അടുപ്പിച്ചെന്തോ ആണ് നമ്മൾ ഹോട്ടലെത്തിയത്. നല്ല ഹോട്ടലായിരുന്നു, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, എല്ലാം ഉണ്ട്. പിന്നെ ഓഫ് സീസൺ ആയത് കാരണം വലിയ റേറ്റും ഇല്ലായിരുന്നു. ഇതാണ് വാഷ്റൂം, ഒരു ചെറിയ വാഷ്റൂമാണ് ബേസിക് ആയിട്ടുള്ളത്, വേറൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ ഒരു വെജ് ഹോട്ടലുണ്ട് അവർക്ക് തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പക്ഷേ റിവ്യൂസിലൊന്നും അത്ര നല്ലതല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഗോബി മഞ്ചൂരിയൻ, പനീർ ബട്ടർ മസാല, പുലാവ്, നാൻ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ റൂമിലെത്തി. അപ്പം ഭക്ഷണം നമ്മൾ റിവ്യൂസിൽ നോക്കിയപ്പം അത്ര നല്ലതല്ലായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ആവറേജ് ആണ്. പക്ഷെ എന്നാൽ കിടിലമല്ല അങ്ങനെ. യെസ്, അപ്പോൾ നമ്മളൊരു 3:45 ആയപ്പം മൂകാംബിക എത്തി. ഒരു 2 മണിക്കൂർ ഒരു ഷോർട്ട് നാപ്പ് എടുത്തു. 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെ കുളിച്ച് റെഡിയായി. 7 മണിക്കകം നമ്മൾ എന്തായാലും ഇറങ്ങി. നമുക്ക് അറിയില്ലായിരുന്നു വാച്ചും അല്ലെങ്കിൽ എന്താ പറയുക മൊബൈലൊക്കെ അകത്ത് അലൗഡ് ആണോയെന്ന്. അത് കാരണം നമ്മൾ അതൊന്നും എടുക്കാതെ പോയി. അത് കാരണം അതൊന്നും വ്ളോഗ് ചെയ്തില്ല. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഓണസമയം ആയതുകൊണ്ട് കുറച്ച് മലയാളീസ് ഉണ്ടെന്നല്ലാണ്ട് വേറെ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല അത്യാവശ്യം നല്ലോണം തൊഴാൻ പറ്റി. 1 മണിക്കൂറിനകം എല്ലാം അകത്ത് ദേവീനെയും ബാക്കിയുള്ള പ്രതിഷ്ഠകളും എല്ലാം തൊഴുതിറങ്ങി. കറക്റ്റ് ദീപാരാധനയൊക്കെ കണ്ടു. അങ്ങനെ വളരെ നല്ലൊരു ദർശനമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി നേരെ ഉറക്കമൊന്നും ശരിയായിട്ടില്ലായിരുന്നു എൻ്റെ. അങ്ങ് നല്ലോണം ഉറങ്ങുക, രാവിലെ എണീക്കുക. അപ്പോൾ രാവിലെ എന്തായാലും മൊബൈൽ അകത്ത് അലൗഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ മിക്കവാറും അകത്തുള്ളത് ഞാൻ വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യില്ലെങ്കിലും പുറത്തുനിന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ പുറത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുപ്പിവടയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു മൂകാംബികയിലെ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. രാവിലെ 7 മണി ആയപ്പോഴേക്കും നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി. എന്നിട്ട് വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. കുറേ മലയാളികൾ മാത്രമായിരുന്നു. ഓണം ടൈം ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മളൊരു 8:50 അടുപ്പിച്ചാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അത്രയും ചെറിയ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളകത്ത് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. പിന്നെ ഞാനകത്ത് വെറുതെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളിലൊക്കെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്ക് മൂകാംബിക ദേവിയുടെ ഒരു എന്തെങ്കിലും ഒരു സാധനം വേണം എന്നുള്ളത് കാരണം. പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ശ്രീപൂരിയും ഞാനൊരു സാധാ ദോശയും പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. അപ്പം അവിടെ നിന്ന് ഇത്രയും ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഈ ഹോട്ടലെന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് പതിയെ നമ്മൾ ഇറങ്ങി. റോഡ് കുറച്ച് മോശമായിരുന്നു കുറച്ച് ദൂരത്തേക്ക്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ആ ഫേമസ് ആയിട്ടുള്ള ആർച്ച് മൂകാംബികയുടെ. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ റൂട്ടല്ല വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അങ്ങനെ നമ്മുടെ മൂകാംബിക ദർശനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളിനി പോകുന്നത് ഒരു തിമ്മപ്പ ഹോട്ടൽ.
ഒരു മറ്റേ ഉടുപ്പിയിൽ ഫിഷ് എന്നൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1 മണിയായി, അവിടെ എത്തുമ്പോൾ 2:30 ആവുമെന്നാണ് കാണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന കണ്ണൂർക്ക്. അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ വെളുപ്പിനെ ഗുരുവായൂർക്ക് തിരിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴേക്ക് ഇതേപോലെ ഫുൾ കുണ്ടും കുഴിയുള്ള റോഡാണ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വീതിയുള്ള ഇതേപോലത്തെ റോഡും വരുന്നുണ്ട്. ആൻഡ് വലിയ തിരക്കില്ലാതെ കാരണം കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളുള്ള റിവറും എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മളൊരു വളരെ ലേറ്റായിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിലോട്ട് തിമ്മപ്പയിലെത്തുന്നത്. 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്കും വിശന്നൊരു പരുവായിട്ടാണ് എത്തിയത് തന്നെ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഗീ റോസ്റ്റാണ്, പ്രോൺസ് ഗീ റോസ്റ്റ്. അടിപൊളിയായിരുന്നു. അവർ അതിൻ്റെ കൂടെ തരുന്നത് ഒരു ഫിഷ് ഗ്രേവിയും പിന്നെ ഒരു അച്ചാറുമാണ്. പിന്നെ നമ്മളൊരു ഫിഷ് ഫ്രൈയും പറഞ്ഞിരുന്നു. ഇത്രയും വലിയ ആവോലി ഫ്രൈക്ക് 400 രൂപയാണ്. പിന്നെ പ്രോൺസിന് ഒരു 200 രൂപയും പിന്നെ നമ്മളൊരു സ്ക്വിഡിൻ്റെ ഡിഷ് പറഞ്ഞാൽ 120 രൂപയാണായത്. അപ്പോൾ നമ്മൾ 2 പേർക്കും കൂടെ ഉള്ള ലഞ്ചിന് ടോട്ടൽ 800 അടുപ്പിച്ച് എന്തോ ആയിട്ടുള്ളൂ. ആ ഒരു റേറ്റിന് എനിക്കിത് നന്നായിട്ട് തോന്നി. അങ്ങനെ മാംഗ്ലൂരെല്ലാം കഴിഞ്ഞ് കാസർഗോഡ് എത്തുമ്പോഴേക്ക് ഇതേപോലെ നമുക്ക് കാസർഗോഡ് ട്രിവാൻഡ്രം ആ ഒരു റോഡിൻ്റെ പണി കാണാനായിട്ട് പറ്റും. അപ്പം അത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ. ഇതേപോലെ നമ്മൾ നിന്നാണ് നമ്മൾ അങ്ങ് കണ്ണൂർ വരെ എത്തിയത്. നമ്മൾ കണ്ണൂർ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കണ്ണൂർ സ്റ്റേ നമ്മൾ നോക്കിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇതേപോലെ പണി തീർന്ന് ഇങ്ങനെ കുറച്ചധികം ദൂരം പോവുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് നല്ല സ്പീഡിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇതേപോലെ പണി നടക്കുമ്പോൾ നമ്മൾ ആ സൈഡിലുള്ള സർവീസ് റോഡ് വഴി പിന്നെയും നമ്മൾ ഇതേപോലെ മോശമായിട്ടുള്ള റോഡിൽ കൂടെ പോകേണ്ടി വരും. ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് കാരണമാണെന്ന് തോന്നുന്നു നമ്മൾ കുറേ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് കാണിച്ചായിരുന്നു. അതുവഴിയൊക്കെ കയറി ഇതേപോലെ പിന്നെ കുത്തി കയറ്റി ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടി വന്നത്. നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു റോഡ് പണി കാരണം. വളരെ സ്ലോ ആയിട്ട് ഇഴഞ്ഞാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ എത്ര മണിക്കാണ്, നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഒരു എത്ര മണിക്കൂർ, 6-7 മണിക്കൂർ എങ്കിലും എടുത്താണ് നമ്മൾ കണ്ണൂർ എത്താനായിട്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഷോർട്ട് കട്ട് എടുക്കും, ചെറിയ വഴി. പിന്നെ നമ്മൾ ഇതേപോലെ മെയിൻ റോഡിലോട്ട് വരും. പിന്നെ രാത്രി ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു രാത്രിയൊക്കെ. അതൊന്നും എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. രാത്രി ഒന്നും കാണാൻ പറ്റില്ല, ലൈറ്റ് ഒന്നുമില്ല. കാരണം വണ്ടി ഓടിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. രാത്രി വളരെ ലേറ്റായിട്ട് 9 മണി അടുപ്പിച്ചാണ് നമ്മൾ കണ്ണൂർ എത്തുന്നത്. അവിടെ എത്തിയ ഉടനെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ നമ്മൾ കുടിച്ചു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നും കണ്ണൂർ കോക്ടെയിൽ കുടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ശരിക്കുള്ള കണ്ണൂർ കോക്ടെയിൽ ഇത്രയും വ്യത്യാസമാണെന്ന് എനിക്ക് അപ്പോഴാണ് അറിയുന്നത്. ഒരുപാട് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇവിടുത്തെ കണ്ണൂർ കോക്ടെയിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലെത്തി. നമ്മൾ ഇടയ്ക്ക് ഫുഡ് പാഴ്സലൊക്കെ വാങ്ങിയായിരുന്നു. 2 ബിരിയാണി. കണ്ണൂരെത്തിയാൽ ഒബ്വിയസ്ലി നമ്മൾ ബിരിയാണി ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ സ്യൂട്ട് റൂം. അപ്പം നല്ല ഒരു വലിയൊരു ബെഡും സൈഡിൽ തന്നെ ടേബിളും സോഫയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് 7 മണിക്കൂർ എടുത്തു നമ്മൾ യാത്ര ചെയ്ത് വരാൻ. ഇപ്പോൾ ഈ NH-ൻ്റെ പണി നടക്കുന്നത് അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, വോയിസ് ഓവർ കൊടുക്കും. അപ്പോൾ അത് നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ റോഡിലോട്ട് പോകും. അവിടെ ഫുള്ള് ഭയങ്കര ട്രാഫിക്ക്. അങ്ങനെ മുട്ടി നമ്മളുടെ അടപ്പളായി. എനിക്ക് തന്നെ 1 മണിക്കൂർ ഓടിച്ചിട്ട് എൻ്റെ പിന്നെ ഒന്നും വ്യക്തമായിട്ട് ലൈറ്റിങ്ങോ മാർക്കിങ്ങോ ഒന്നും ഇല്ല. ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ എത്തിയത്. യെസ്. അപ്പോൾ മൂകാംബികയിൽ നിന്ന് നമ്മൾ പിന്നെ സൗവർണിക അവിടെ പോയില്ല. അതുപോലെ കുടജാദ്രിയിലോ ഒന്നും പോയിട്ടില്ലായിരുന്നു. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വേറെ നേരത്തെ കഴിക്കാൻ നിർത്തി എന്നല്ലാണ്ട് വേറെ എവിടെ നമ്മൾ നിർത്തിയില്ല. പിന്നെ ഇവിടെ കണ്ണൂർ വന്ന് കോക്ടെയിൽ കുടിച്ചതിന് ശേഷം നമ്മൾ 2 ബിരിയാണി പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ RFAയിലെ കല്ലുമ്മക്കായ ബിരിയാണിയും പിന്നെ സോഫ്റ്റ് ഹോട്ടലിലെ ചിക്കൻ ബിരിയാണിയും. അപ്പോൾ അത് 2 നമുക്ക് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. കണ്ണൂർ കോക്ടെയിൽ കുടിച്ച കാരണം വലിയ വിശപ്പില്ല.
എന്നാലും അത്യാവശ്യം വിശപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, നമ്മളിവിടെ ഡ്യൂലക്സ് റൂമായിരുന്നു എടുത്തത്. അതവർ നമുക്ക് വെറുതെ അപ്ഗ്രേഡ് ചെയ്ത് റൂം തന്നു. എന്തിനാന്ന് പോലും നമുക്കറിയില്ല. നമ്മളത് പറയായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിലും മറ്റേ ചാൻഡറും മോണിക്കയും കൂടെ ഹണിമൂണിന് പോയതാണ് ഓർമ്മ വരുന്നത്, ഇങ്ങനെ ഹോട്ടലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വന്നപ്പോൾ. ആൻഡ് യെസ്, റൂം ഇസ് നൈസ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരു സോഫയും വർക്ക് സ്പേസ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞാൻ നിങ്ങളുടെ ബാത്റൂം കാണിച്ചില്ല. പോസ്റ്റിൻ്റെ ശബ്ദം എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് ദ വാഷ്റൂം. നല്ലൊരു മിറർ ആൻഡ് ഒരു ഷവർ ഏരിയ. അങ്ങനെ ഒരു സിമ്പിളാണ്, ബട്ട് എല്ലാ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് കല്ലുമ്മക്കായ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ഒരു അച്ചാറും സാലഡും വരുന്നുണ്ട്. ഞാൻ വീഡിയോ കയ്യിൽ വെച്ചാണ് എടുക്കുന്നത്. അതിൻ്റെതായ ലിമിറ്റേഷനുണ്ട്. എനിക്കിനി എല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബൈറ്റിലോട്ട് കിടക്കാം. കല്ലുമ്മക്കായ മാത്രം ഇടന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ആ ഡേറ്റ്സ് പിക്കിളും കല്ലുമ്മക്കായയും ഞാൻ കൂടെ അടിപൊളി. എന്തായാലും ഞാൻ കല്ലുമ്മക്കായ തീർത്തോളാം. യു ക്യാൻ ഫിനിഷ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയുടെ റിവ്യൂ മിസ്റ്റർ ശ്രീഹരി പറയുന്നതായിരിക്കും. ഞാൻ മൈക്ക് വെച്ചേക്കും, അതാ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. അടിപൊളി. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ അത്യാവശ്യം മസാലയുണ്ട്. നൈസ് സാധനം. ഒരു ടേസ്റ്റിൻ്റെ പറയുന്നത് കേട്ടോണ്ട് ഒരാൾ ഇതാളുടെ ബെഡിൽ നിന്ന് ചാടി കയറി വന്നേക്കുക. പക്ഷെ 300 രൂപയാണ് കേട്ടോ ഈ കല്ലുമ്മക്കായ ബിരിയാണി. പക്ഷെ 1, 2, 3, 4 ഒരു 5-6 പീസ് കല്ലുമ്മക്കായ വരും. 300 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു 250-ക്കൊക്കെ ഇത് വർത്താണ് എന്തായാലും. അങ്ങനെ നമ്മൾ ഹോട്ടൽ സോഫ്റ്റിലെ ചിക്കൻ ബിരിയാണി ഇവിടേക്ക് തട്ടിയിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ചിക്കൻ. കൂടെ ബീട്രൂട്ട് അച്ചാറും സാലഡും. ആറഫയിലെ കല്ലുമ്മക്കായ ബിരിയാണി 5 മിനിറ്റ് പോലും എടുത്തില്ല. ഇങ്ങനെ തീർന്നൊരു പിടിയില്ല. പക്ഷെ മസാല കുറച്ച് ലൈറ്റാണ്. അപ്പം എനിക്ക് സാലഡുമായിട്ട് കൂട്ടാതെ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ചിക്കൻ തൊട്ടപ്പോഴേ ഒരു പ്രത്യേകത തോന്നി. ചിക്കൻ മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബിരിയാണിക്ക്, രണ്ടിടത്തെ അതെ. പക്ഷെ എനിക്ക് ആറഫയിലാണ് എനിക്ക് ഒന്നുകൂടെ മികച്ച് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അതിന് ചിക്കൻ വലിയ പ്രിയമല്ല ഗൈസ്. എനിക്ക് കല്ലുമ്മക്കായ, ഞാൻ ഫിഷിൻ്റെ ആളാണ്, അതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ശ്രീക്ക് ചിക്കനാണ് ഇഷ്ടം, അതുകൊണ്ടായിരിക്കാം സോഫ്റ്റിലെ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചിക്കൻ ഇഷ്ടമുള്ളവർ അവിടെ സോഫ്റ്റിലെ ബിരിയാണി ട്രൈ ചെയ്യുക. സീ ഫുഡ് ലവേഴ്സ് ആറഫയില ട്രൈ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, മറ്റേ ചിക്കൻ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 170 റുപ്പീസേ ഉള്ളൂ. ആ ഒരു പ്രൈസിന് എനിക്കത് ഭയങ്കര വർത്തായിട്ട് തോന്നി. ഞാൻ ചിക്കൻ ബിരിയാണി കൈയൊഴിഞ്ഞായിരുന്നു, കാരണം എനിക്ക് ചിക്കൻ അത്ര ഇഷ്ടമല്ല. ഇപ്പം തന്നെ മണി 10 നമ്മളൊരു 9 മണി കഴിഞ്ഞാണ് നമ്മൾ കണ്ണൂർ എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 8 മണിയൊക്കെ ആകുമ്പോൾ ഗുരുവായൂർക്ക് തിരിക്കാനാണ്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. കാരണം 3 മണിക്ക് ഗുരുവായൂർ എല്ലാ ഹോട്ടലിലും ചെക്ക് ഇൻ ആയിട്ടുള്ളൂ. അപ്പോൾ അത് പിന്നെ പതുക്കെ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് യെസ്, നമ്മൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പുലരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഞാൻ കുറേ റിസർച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയ സജഷനാണ് പുലരി എന്ന് പറയുന്ന ഹോട്ടൽ. അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലൊരു സ്പോട്ട് കണ്ണൂർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിന് അടുത്ത് തന്നെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞത് പ്രോൺസ് റോസ്റ്റും ചിക്കൻ സ്റ്റൂവും പിന്നെ അപ്പവുമാണ്. എനിക്ക് പേഴ്സണലി പ്രോൺസ് റോസ്റ്റാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ ഒരു കണ്ണൂർ വരുന്നവർ ഈ ഒരു ഹോട്ടലിൽ മസ്റ്റായിട്ടും പ്രോൺസ് റോസ്റ്റ് ട്രൈ ചെയ്യണം.
അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ കഴിച്ച കല്ലുമ്മക്കായ ബിരിയാണി, അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റാണ് അവരുടെ. അടിപൊളിയാണ്, അത് മസ്റ്റ് ട്രൈ ആണ്. പക്ഷേ റിവ്യൂസിലൊക്കെ ഒരുപാട് ചിക്കൻ സ്റ്റൂവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഒരു സാധാ ചിക്കൻ സ്റ്റൂ അത്ര കിടിലമായിട്ടൊന്നും തോന്നിയില്ല, ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ഇവൻ ശ്രീക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷെ എന്താ പറയുക, അപ്പവും ചിക്കൻ സ്റ്റൂ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനെ അങ്ങ് മാറ്റി നിർത്തുക. ആ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം അടിപൊളിയാണ്. അവരത് മസ്റ്റ് ട്രൈ ആണ്. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സീ ഫുഡ് തന്നെയാണ് അവിടെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം. യെസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഗുരുവായൂരോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 10 മണി ആവാറായിട്ടുണ്ട്. യെസ്, നമ്മളവിടെ ഒരു 3 മണി ഒക്കെ അടുപ്പിച്ചെത്തും എന്നാണ് കാണിക്കുന്നത്. ഇനി ഇടയ്ക്ക് ലഞ്ചിന് നിർത്തുമോ ഇല്ലയൊന്നും അറിയില്ല. അപ്പോൾ യെസ്, ഇനി റോഡിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വരാം. ഇല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂർ ചെന്നിട്ട് കാണാം. ഇടയ്ക്ക് വെച്ച് ഇതേപോലെ 6 ലൈൻ ആയിട്ടുള്ള ഒരു റോഡ് വരുന്നുണ്ട്. ഇതേ NHൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പക്ഷെ അതിൻ്റെ മണ്ടയ്ക്കൂടെ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി എന്താണെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവും. കാരണം നല്ല ഭംഗിയാണ് അതിൻ്റെ അവിടെ കൂടെ പോകുമ്പോഴേക്കും. 76 രൂപയാണ് ടോൾ. ഒരു 20 കിലോമീറ്റർ പോകാൻ 76 രൂപയുടെ ടോളും അതിനിടയിൽ മേടിച്ചു. പക്ഷേ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 3-3:30 ആയപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തി. നമ്മൾ താമസിച്ച ഹോട്ടൽ ഗുരുവായൂരിൽ നിന്ന് ഒരു 700 മീറ്റർ മാറിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ അവിടെ ഹോട്ടലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത കാരണം ഞാനത് അത്ര സജസ്റ്റ് ചെയ്യില്ല. കാരണം രാത്രി നമ്മൾ ഫുഡിന് വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂം. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു ബാത്റൂമും. പിന്നെ ഞാനങ്ങനെ റെഡിയായി വൈകുന്നേരം ഒരു 7 മണിക്കൊക്കെ ആയപ്പോഴേക്കുമാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. നമ്മൾ കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ എത്ര മണി 7 മണി ഒക്കെ ആയപ്പം കുളിച്ച് റെഡിയായി ഇറങ്ങി ഗുരുവായൂരോട്ട്. അപ്പം നമ്മൾ ഫോണും അങ്ങനെ വാലറ്റ് വാച്ചോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം 4:30 നട തുറക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ നമ്മളൊരു 7 മണിക്കൊക്കെ പോയാൽ ക്യൂ കുറവായിരിക്കും എന്ന് വിചാരിച്ച് പോയി. പക്ഷേ അത്യാവശ്യം ക്യൂ ഉണ്ട്. കറക്റ്റ് നമ്മൾ ക്യൂവിൽ നിന്നപ്പോഴേക്കും ക്യൂ ക്ലോസ് ചെയ്യുകയും ചെയ്തു. 9 മണിയൊക്കെ ആയപ്പം മറ്റാ മെയിൻ ആയിട്ടുള്ളൊരു ക്യൂ ഉണ്ടല്ലോ, മറ്റേ ഗ്രില്ലൊക്കെ ഫുള്ളിട്ടിട്ട്. അപ്പം 9 മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് കയറി. ഒരു 9:15 ഒക്കെ ആയപ്പോഴേക്കും അകത്തോട്ട് കയറി. പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തൊഴാൻ പറ്റിയില്ല. അവിടെ ചങ്ങലയിട്ട് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. ജസ്റ്റ് അകത്ത് കയറി ഒന്ന് ചുറ്റാനേ പറ്റിയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ കണ്ടത് ഉണ്ണിക്കണ്ണനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ണിക്കണ്ണനെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഒരുക്കിയേക്കുന്നതൊക്കെ. പിന്നെ ഇറങ്ങാറായപ്പോഴേക്കും അവിടെ മറ്റേ ശീവേലിക്ക് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. നമ്മളായിരുന്നല്ലോ ലാസ്റ്റ്. അപ്പം ആനയൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഒരാൾ ചന്ദനം തൊടണമെന്നും പറഞ്ഞ് പോയി. അവിടെ ആന നിൽക്കുന്നത്, എനിക്ക് ആന കുറച്ച് പേടിയാണ്. അപ്പോൾ ആന ബാക്കിലോട്ട് ഇങ്ങനെ വരാൻ നിന്നപ്പോൾ ഞാനവിടെ നിന്നു. ഒരാൾ എന്നെ നോക്കുപോലും ചെയ്യാതെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് ആന അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും ഞാൻ ആ ഗ്യാപ്പിൽ ഓടി അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. എന്നിട്ട് പിന്നെ ആളെ കാണുന്നില്ല. ഞാനപ്പോൾ കിടന്ന് വിചാരിക്കുക, തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇങ്ങോട്ട് പോയെന്നൊക്കെ. പിന്നെ വിചാരിച്ചു ഓക്കെ, എന്തായാലും മറ്റേ ആ ഭഗവതിയുടെ ഇതുണ്ടല്ലോ, അതുവഴിയാണല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം എന്തായാലും അതുവഴിയല്ലേ ഇറങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് നിന്നു. അപ്പോഴേക്കും ശീവേലി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ഒരു പരിസരത്ത് തന്നെ എവിടെയെങ്കിലും കാണും, കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് 360 ഡിഗ്രി നോക്കി നിൽക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫോണൊന്നും എടുക്കാത്ത കാരണം എങ്ങാനും മിസ്സിങ് ആയി കഴിഞ്ഞാൽ നേരെ ഹോട്ടലിൽ വന്നാൽ മതി, ഞാൻ നേരെ ഹോട്ടലിൽ പൊക്കോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനതും എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എന്നെ കാണഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി പോകുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, ശീവേലി ഒരു റൗണ്ട് കണ്ടിട്ട് അതിനിടയിൽ തപ്പി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലിലോട്ട് പോകാമെന്ന്. അങ്ങനെ ശീവേലിയുടെ ഇങ്ങനെ ഇങ്ങോട്ട് വരാറായപ്പോഴേക്കും ആളിങ്ങോട്ട് വന്നു, എന്നെ കണ്ടുപിടിച്ചു. ആൻഡ് യെസ്, അപ്പോൾ പിന്നെ അവസാനം 3 റൗണ്ടും കണ്ടിട്ടാണ് ഇറങ്ങിയത്. എന്തോ അത് കാണാൻ നിമിത്തമുള്ള പോലെ തോന്നി ആ ശീവേലി. അങ്ങനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങി. നമ്മളിപ്പോൾ ഹോട്ടലിൽ എപ്പോഴാണ്
നമ്മളൊരു 10 മണി കഴിഞ്ഞ് കാണും എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയപ്പം. ഒരു 10:20 ആയപ്പോൾ നമ്മളിവിടെ നടന്നെത്തി. ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. രാവിലെ എപ്പോൾ ഇറങ്ങണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്, അതനുസരിച്ചായിരിക്കും ഇറങ്ങുക. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയേ ഉള്ളൊരു ഗുരുവായൂർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നാളെ രാവിലെ ഒരു പതുക്കെ എണീക്കാമെന്നാണ് വിചാരിക്കുന്നത്. ധൃതിയൊന്നുമില്ല, നേരെ ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. നേരെ ബാംഗ്ലൂർക്കാണ് പോയത്. ഇതേപോലെ കുതിരാൻ തുരങ്കമൊക്കെ വഴിയാണ് പോയത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയ വ്ളോഗായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് കാണും, എല്ലാവരും അത് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടയ്ക്ക് ജോലിയൊക്കെ മാറിയത് കാരണം അതിൻ്റേതായ തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റാത്തത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.